ഹേയ്! അപ്പോൾ നമുക്ക് നമ്മുടെ ഊട്ടി ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ട് കാണാം. ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലാത്തവർ ഞാനിവിടെ ലിങ്ക് കൊടുക്കാം. അതിൽ നിന്ന് കയറിയിട്ട് കണ്ടാൽ മതി. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ടീ ഫാക്ടറിയിലേക്കാണ്. അപ്പോൾ ഇതിനകത്ത് ഇതെൻ്റെ മാമിയാണ് കേട്ടോ, ഹസ്ബൻഡിൻ്റെ മാമിയാണ്. ഇതമ്മ. ഫാമിലി ട്രിപ്പായിരുന്നു. ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് പാർട്ട് കണ്ടവർക്ക് മനസ്സിലായി കാണും. അപ്പം ഇത് മൂത്തമ്മയാണ്, ഒക്കെ ഹസ്ബൻഡിൻ്റെ റിലേറ്റീവ്സാണ് കേട്ടോ. അങ്ങനെ നമ്മളെത്തി. അപ്പോൾ കയ്യിലൊരു സ്ട്രാപ്പ് കെട്ടിയിരിക്കുന്നത് കണ്ടല്ലോ, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടിക്കറ്റാണ്. ആ ഒരു ടിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അകത്ത് കയറി കഴിഞ്ഞിട്ട് അവിടുന്ന് അപ്പം ഉണ്ടാക്കി തരുന്ന ചായ കുടിക്കാൻ ഈ ടിക്കറ്റ് വേണം. അതുപോലെ തന്നെ നമ്മൾ അവിടുന്ന് സാധനങ്ങൾ വാങ്ങുമ്പം ഈ ഒരു സ്കാനർ വെച്ചിട്ടാണ് നമുക്ക് ബില്ല് പേ ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പോൾ എൻട്രി ഫീ എന്ന് പറയുന്നത് 20-30 റുപ്പീസേ വരുന്നുള്ളൂ. അങ്ങനെ അപ്പം സ്റ്റെപ്സ് കയറിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്സ് കയറിപ്പോകും. അപ്പോൾ മോളെ കാണുന്നില്ലാത്തതുകൊണ്ട് നിങ്ങൾ വിചാരിക്കേണ്ട മോളെവിടെ പോയെന്ന്. അച്ഛനും മോൾക്കും മടി. അപ്പോൾ അവർ രണ്ടുപേരും ബസ്സിൽ തന്നെ ഇരുന്നു, വരുന്നില്ല എന്നും പറഞ്ഞിട്ട്. പക്ഷേ അതൊരു കണക്കിന് നന്നായി. എനിക്ക് മോളെ കൊണ്ടുപോകുമ്പോൾ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് അത് നന്നായി. അപ്പം ഈ കൂട്ടിയിട്ടിരിക്കുന്നത് കത്തിച്ചിട്ടാണ് ഇലകൾ ഉണക്കിയെടുക്കുന്നത്. അപ്പോൾ തേയില ഉണക്കിയെടുക്കുന്നത് ഈ കൂട്ടിയിട്ടിരിക്കുന്ന വിറകുകൾ കത്തിച്ചിട്ടാണെന്നാണ് മാമി പറഞ്ഞത്. നമുക്കങ്ങനെ ഗൈഡ് കാര്യങ്ങളില്ല. അപ്പോൾ മാമി പറയണ്ടായിരുന്നു അങ്ങനെയാണെന്ന്. അങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഈ മ്യൂസിയം പോലെയാണ്, അതായത് ഡാറ്റ, അതുപോലെ ചിത്രങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടൊരു നൈസായിട്ടൊരു മ്യൂസിയമാണ് ആ ഒരു വഴിയിൽ കാണുന്നത്. അങ്ങനെ ഇത് ഓരോന്നും കണ്ടിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫാമിലി മൊത്തം ഉണ്ട് കേട്ടോ. മുൻപിൽ നമ്മൾ ഒന്നിച്ച് നടക്കുന്ന മൊത്തം നമ്മളെ ഫാമിലി തന്നെയാണ് അങ്ങനെ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വശത്ത്, ഇപ്പോൾ കാണിക്കുന്നതിൽ ഒരു വശത്ത് ഈ ഒരു പിക്ചേഴ്സ് ഉണ്ടെങ്കിൽ മറ്റൊരു സൈഡിൽ കാണിക്കുന്നത് ഈ തേയില കഴുകിയിട്ട് മെഷീനിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തെടുക്കുന്നതാണ്. ഈ അതിനകത്തെ സൈഡിൽ കാണിക്കുന്നത് ഈ ഒരു കാണിക്കുന്ന സംഭവം. അപ്പോൾ കഴുകി ഇങ്ങനെ വിരിച്ച് വെച്ചിരിക്കുന്നത് കാണാം ഇലകൾ. അതുപോലെ തന്നെ ഇവിടെ കുറേ പ്രൈസസൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ സെക്ഷൻസ് ആയിട്ട് ഇങ്ങനെ കഴുകി വെച്ചിരിക്കുന്നത് കാണാം. അതിന് മുകളിലൊരു സംവിധാനം വെച്ചിട്ട് അത് കളക്ട് ചെയ്തിട്ട് ആ മെഷീനിലേക്ക് ഇടുന്നതാണ് സംഭവം. അപ്പോൾ ഈ ഒരു മെഷീനിലേക്ക് ഇപ്പോൾ പതുക്കെ അത് മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അത് പതുക്കെ മൂവ് ചെയ്തിട്ട് ആ ഒരു മെഷീനകത്തേക്ക് ഡംപ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മളത് വരുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട്, എന്താണെന്ന് വെച്ചാൽ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഞാനത് വീഴുന്നത് ക്യാപ്ചർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ക്യൂ ആയിരുന്നു. പക്ഷേ കുറച്ച് പേര് മുന്നിൽ അങ്ങ് നടന്നു പോയി. നമ്മളവിടെ നിന്ന് ഇതൊക്കെ ക്യാപ്ചർ ചെയ്തിട്ട് പോകാമല്ലോ എന്ന് കരുതിയിട്ട് അവിടെ നിന്ന്. അപ്പം നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. ഞാനിത് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ്, ഞാൻ സ്കൂളിൽ ട്രിപ്പൊന്നും പോയിട്ടില്ലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ടൂർ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വായും പൊളിച്ച് നോക്കിയിരിക്കുകയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, വീഡിയോ ഒന്നും എടുക്കാനില്ലായിരുന്നെങ്കിൽ, ഫോണൊന്നും എടുക്കാതെ നമുക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കാൻ മാത്രം ചെയ്താൽ മതിയായിരുന്നു എന്നൊക്കെ ആ സമയത്ത് ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഈ ഒരു മെഷീനിലോട്ട് വന്നിട്ട് മെഷീൻ അതിങ്ങനെ ക്രഷ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇതിൻ്റെ അടുത്തൊരു ഫേസ് എന്ന് പറയുന്നത് ഈ ക്രഷ് ചെയ്തിട്ടുള്ള ഈ ഒരു ഇലകൾ, തേയില ഈ മെഷീനകത്തൂടെ പാസ് ചെയ്ത് പോയിട്ട് അതിങ്ങനെ ബൗൾസായിട്ട് മാറും. അത് നമ്മളിപ്പോൾ അങ്ങോട്ട് പാസ് ചെയ്ത് പോകുമ്പോൾ അപ്പുറത്ത് കാണാം. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണാം, അങ്ങനെ ബൗൾസായിട്ട് താഴേക്ക് വീഴുന്നൊരു ഇത് കാണാം. സ്റ്റെപ്സൊക്കെ ഇറങ്ങുമ്പോൾ ഞാൻ സൂക്ഷിച്ചാണ് ഇറങ്ങിയത്. കാരണം ഫോണും കയ്യിൽ വെച്ചിട്ട്, പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് എൻ്റെ ഫോണല്ല, ഞാൻ ഏട്ടൻ വരാത്തതുകൊണ്ട് ഞാൻ ഏട്ടൻ്റെ ഫോൺ എടുത്തിട്ട് അതിൽ എടുക്കാമെന്നുള്ള രീതിയിൽ ഏട്ടൻ്റെ ഫോൺ എടുത്തിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇതേപോലെ ഇങ്ങനെ കാണാം. അപ്പം ബൗൾസായിട്ട് ഇങ്ങനെ വീണിട്ട് അത് പിന്നെ സ്മാഷ് ചെയ്തിട്ട് പൊടിയായിട്ട് അതിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്ക് ഇത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ. എനിക്ക് നേരിട്ടത് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പം അത് പൊടി രൂപത്തിലായിട്ട് ഈ ഒരു വലിയ മെഷീനകത്തേക്ക് വീഴാണ്. പിന്നെ അപ്പുറത്തേക്ക് വീഡിയോ ഉണ്ടാവും. പിന്നെ ഇതിനകത്തുനിന്ന് പാസ് ചെയ്ത് വരുമ്പോൾ പക്ക നമ്മുടെ തേയിലപ്പൊടി കണ്ടോ, ആ രീതിയിൽ നമുക്ക് സാധനം കിട്ടുന്നുണ്ട്. അത് ഇതിൻ്റെ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഇതുപോലെ ഇങ്ങനെ പൊടിയായിട്ട് തന്നെ കിട്ടും. പിന്നെ നമ്മൾ പാസ് ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാക്ഡായിട്ട് ഇത് വരുന്നത്, ടീ പൗഡർ വരുന്നതും കൂടി കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് ഈ ഒരു തേയിലപ്പൊടി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പം ഈ ഒരു തേയിലപ്പൊടി തന്നെയാണ് നമ്മൾ ഉണ്ടായിരുന്നത്. ഇത് കാഡമം പൊടിയാണ്, അതായത് ഏലക്കാടതാണ്. ഇവിടുന്ന് പാസ് ചെയ്ത് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ആളുകൾ ചായ കുടിക്കുന്നത് കാണാം. അപ്പോൾ ഞാൻ ബിഗിനിങ്ങിൽ പറഞ്ഞല്ലോ, കയ്യിൽ വെച്ചിരിക്കുന്ന ആ ഒരു സ്ട്രാപ്പ് എന്ന് പറയുന്നത് തന്നെ തന്നിട്ടുണ്ടായിരുന്നത്. അത് നമുക്ക് ഫ്രീ ആയിട്ട്
ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അത് അവിടുന്ന് ചായ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് ഏട്ടൻ്റെയൊക്കെ, എൻ്റെ അല്ല ഹസ്ബൻഡ് ഏട്ടൻ്റെയൊക്കെ സ്റ്റാപ്പ് വീണൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെയും എടുത്തിട്ടതാണ്. പിന്നെ ഒരു ഗ്ലാസ്, കുഞ്ഞു ഗ്ലാസ്സിലാണ് കിട്ടും, പക്ഷെ സൂപ്പർ ചായയാണ് കേട്ടോ. അവിടുന്ന് വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ഇതിൻ്റെ വിൽക്കുന്ന സെക്ഷനാണുള്ളത്. പിന്നെ എന്താണ്, ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, നമ്മളൊന്നും കാണിക്കുന്നില്ലേ, നമ്മളെയൊക്കെ കാണിക്കുന്ന ഏട്ടന്മാർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഏട്ടന്മാരാണ് ഈ കൂളിംഗ് ഗ്ലാസ് തൂക്കി വെച്ചിരിക്കുന്ന ആളും പിന്നെ ഈ ഒരു ഏട്ടനും, ബിട്ടേട്ടനും കണ്ണേട്ടനുമാണ്. പിന്നെ കസിൻസിൻ്റെ മക്കളാണതൊക്കെ. ഞാനവിടെ ഗ്രീൻ ടീ കണ്ടിരുന്നു, പക്ഷെ ഞാൻ വാങ്ങിയില്ല. കാരണം ഓൾറെഡി വീട്ടിൽ ഗ്രീൻ ടീ ഉണ്ടായിട്ട് അത് കുടിക്കാണ്ട് വെച്ചിരിക്കുക. അപ്പോൾ വാങ്ങിയാൽ നഷ്ടമാണ്. നല്ല റേറ്റ് ഉണ്ട്, പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. പക്ഷെ ഇവിടെ കൊണ്ടുവന്നാൽ കുടിക്കില്ല, ഒരു വർഷത്തോളം അത് ഇവിടെ ഇരുന്നാലും കുടിക്കില്ല. മസാല ചായ, ഏലക്ക ചായ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ ടൈപ്പ് ചായപ്പൊടികളും ഉണ്ടായിരുന്നു. അപ്പോൾ നോക്കി, ഈ ഗ്രീൻ കളറിലുള്ളതാണ് കേട്ടോ നമ്മൾ കുടിച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ഏലക്ക ഫ്ലേവറുള്ള ചായപ്പൊടി അതായിരുന്നു. പിന്നെ എല്ലാ ടൈപ്പ് സാധനങ്ങളും ഉണ്ട് കേട്ടോ. ചായപ്പൊടി എന്നല്ലാതെ കുറേ ടൈപ്പ് സാധനങ്ങളുണ്ട്. അത് മൊത്തത്തിലെ കടയിൽ വാങ്ങിച്ചാലെന്നൊക്കെ നമുക്ക് തോന്നും, പക്ഷെ നമ്മൾ ചെയ്യില്ല. നമ്മളെന്ത് ചെയ്തു, 2 പാക്കറ്റ് ചായപ്പൊടി വാങ്ങിയിട്ട് വന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ കൊയിലാണ്ടി ഖാദി ഗ്രാമം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്. അപ്പം നമ്മൾ അവിടെ നിന്നാണ് വാങ്ങാറുള്ളത്. അവിടെ ഇതേപോലെ തന്നെ വാനില ചായപ്പൊടി പറഞ്ഞിട്ടുള്ളൊരു ചായപ്പൊടിയാണ് നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം 2 സെയിം ടേസ്റ്റാണ്. അപ്പോൾ അത് കാരണം പിന്നെ അതായിരുന്നു. പിന്നെ അടുത്തത് ചോക്ലേറ്റ്, ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഉണ്ടാകുന്ന സെക്ഷനിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻട്രൻസിൽ തന്നെ നമുക്ക് ഒക്കെ ഒരേ ബിൽഡിംഗ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എൻട്രൻസ് തന്നെ നമുക്ക് 2 ബൗൾ ചോക്ലേറ്റിൻ്റെ ബൗൾസ് തന്നിട്ടുണ്ടായിരുന്നു. എനിക്കിഷ്ടമല്ല, എനിക്ക് ഈ ഡയറി മിൽക്ക് അങ്ങനത്തെ സാധനങ്ങളല്ലാതെ ഈ ടൈപ്പ് ചോക്ലേറ്റ്സ് എനിക്ക് ഇഷ്ടമല്ല. അത് കാരണം ഞാൻ ജസ്റ്റ് അങ്ങനെ നോക്കി നിന്നു, വാങ്ങിച്ചിട്ടില്ല. എനിക്ക് ഇങ്ങനത്തെ ചോക്ലേറ്റ്സ് പണ്ട് മുതലേ എനിക്കങ്ങനെ ഇഷ്ടമല്ല. ഇതിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 140 രൂപയ്ക്ക് 6 പീസ്, 120 രൂപയ്ക്ക് 4 പീസ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പിലാണ് വരുന്നത്. ഇവർ ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം മൈഗ്രെയിനൊക്കെ ഉള്ളവർക്ക് ഡാർക്ക് ചോക്ലേറ്റ് നല്ലതാണ് എന്നൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ വാങ്ങിയില്ല. എനിക്ക് അങ്ങനെ ഇപ്പോൾ മൈഗ്രെയിൻ്റെ ഇഷ്യൂ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ വേണ്ടെന്ന് വെച്ചു. പിന്നെ ഇങ്ങനെയാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന സ്ഥലത്ത് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അവർ ഇതുപോലെ ട്രേ എടുത്തിട്ട് ട്രേയിലോട്ട് ചോക്ലേറ്റ് ആക്കിയിട്ട് അങ്ങനെ വെക്കുന്നതൊക്കെ നോക്കിക്കൊണ്ട് നിന്നിട്ടുണ്ടായിരുന്നു കുറേ നേരം. ബാക്കിയുള്ളവർ വാങ്ങുന്ന സമയത്ത് ഞാനത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ താഴേക്ക് പോയി. നമ്മൾ മുകളിലായിരുന്നല്ലോ ചായപ്പൊടി ഉണ്ടാക്കുന്നത്, പിന്നെ ചോക്ലേറ്റിനെ കഴിഞ്ഞിട്ട് പിന്നെ താഴേക്ക് വന്ന് ഇതും കൂടി കഴിഞ്ഞാൽ നമുക്ക് പുറത്തോട്ട് പോവാം. അപ്പം ഈ ഒരു സെക്ഷൻ പറയാതെ വയ്യ. കൊള്ളപ്പലിശ എന്നൊക്കെ പറയില്ലേ, ആ ടൈപ്പ് വിലയാണ് ഇവിടെ ഉള്ളത്. തൊട്ടാൽ നമ്മൾ കൈ പൊള്ളുന്ന ടൈപ്പ്, അത്ര റേറ്റാണ്. പോയവർക്ക് അറിയുമായിരിക്കുമല്ലേ, നിങ്ങൾ ഒരുപാട് പേര് പോയിട്ടുണ്ടാവുമല്ലോ. എൻ്റെ പൊന്നോ, ഇതിനകത്തൊരു ബോക്സ് ഞാൻ കാണിക്കും, മറ്റേ ഇതൊക്കെ ഉള്ളത്, ഗ്രാമ്പൂ, പട്ട, അതൊക്കെ ഉള്ളൊരു ബോക്സ് ഉണ്ട്. അപ്പം അതിന് ആ ഒരു ബോക്സിൻ്റെ റേറ്റ് എത്രയാണ് അറിയോ? 700 രൂപയാണ്. അപ്പോഴേ എൻ്റെ കിളി പോയി. അപ്പം ക്വാളിറ്റി ഉണ്ടാകും, പക്ഷെ അതുകൊണ്ട് എനിക്ക് അപ്പോൾ എൻ്റെ ഉള്ളിൽ ഞാൻ പിശുക്കിയാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടാവും, നീ ഒരു സാധനം വാങ്ങിച്ചില്ലല്ലോ, നീ പിശുക്കിയല്ലേ. യെസ്, ഈ ബോക്സ് ആട്ടോ ഞാൻ പറഞ്ഞത്, മാമി ഇപ്പോൾ എടുത്ത് നോക്കുന്ന ബോക്സ്. അപ്പോൾ ദീ ബോക്സ്, എൻ്റെ പൊന്നോ, 700 രൂപയ്ക്ക് ഈ ബോക്സ് വാങ്ങാൻ പ്രാന്താണല്ലോ. അപ്പോൾ അത് കാരണം വാങ്ങിയില്ല, ഒരു സാധനം വാങ്ങിയിട്ടില്ല. അപ്പോൾ എൻ്റെ ഉള്ളിലുള്ള പിശുക്കി ഉണർന്നു. എൻ്റെ ദൈവം സഹായിച്ച് എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു അമ്മായിയമ്മ എന്ന് പറയുന്നത് എൻ്റെ അതേ സ്വഭാവമാണ്. ഞങ്ങൾ 2 പേരും പിശുക്കികളായതുകൊണ്ട് ഒരു സീനും ഇല്ലാണ്ട് പോയി. പിന്നെ ആസ് ഓൾവേസ് കണ്ണാടി കണ്ടാൽ അറിയാമല്ലോ, അത് ഞാൻ പറയുന്നില്ല. ഓക്കെ, അതൊക്കെ ആ കോപ്രായങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അമ്മ പാവം എൻ്റെ കണ്ണാടീൻ്റെ മുമ്പുള്ള കസർത്തൊക്കെ കണ്ട് ക്ഷമാശീലയായി നോക്കിയിരിക്കുകയാണ്. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഈ ഒരു വ്യൂ കണ്ടപ്പം അതും വീഡിയോ എടുത്തുകൊണ്ട് ഈ സമയമാകുമ്പോഴത്തേക്കും അമ്മയ്ക്ക് അങ്ങോട്ട് മതിയായി. അപ്പോഴത്തേക്കും മതിയായി വിലയൊക്കെ കേട്ടിട്ട്. അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി ഇനി വണ്ടിയിലോട്ട് പോയാൽ മതി. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ, ഇത് കഴിഞ്ഞു. പക്ഷേ ലാസ്റ്റ് ഒരു സംഭവമുണ്ട്, അതാണ് സാഡ്. എന്താ വെച്ചാൽ പുറത്തിറങ്ങിയപ്പോൾ ഊട്ടിപ്പൂവ് എന്നറിയപ്പെടുന്നൊരു സംഭവം ഉണ്ടല്ലോ, എവർ ലാസ്റ്റിംഗ് ഫ്ലവർ എന്നൊക്കെ പറയുന്ന സംഭവം. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി പോയി. അപ്പം അതിനിങ്ങനെ ഓരോ ഇതനുസരിച്ച് 40 രൂപ 50 രൂപ അങ്ങനെയൊക്കെയാണ്. താഴെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു ഒരു സ്ലൈസ് ഒരു പൂവൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു മോൾക്ക് വേണ്ടി പെറുക്കിക്കൊണ്ട്, ഓൾറെഡി നമ്മൾ 4-5 പേര് വാങ്ങി. അപ്പോൾ ഒരു പീസ് എടുക്കട്ടെ വെച്ചപ്പോൾ ഒരു വേണ്ടാന്ന് പറഞ്ഞു. സാഡായി ഗൈസ്, ദുഷ്ടത്തി. അപ്പോൾ ഒരൊറ്റ പൂവ് ഞാൻ ചോദിച്ചപ്പോൾ നിലത്ത് വീണ് കിടക്കുന്നത്, അവർ കാണാത്തത് വേണ്ടാത്തത് എടുക്കരുത് എന്ന്. ദുഷ്ടത്തി,
സ്ഥലം. ആ സങ്കടത്തോടു കൂടി നമ്മൾ അവിടുന്ന് പടിയിറങ്ങി. നമ്മളെല്ലാവരും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഊട്ടിപ്പൂ. ഇതൊരു 6 മാസമൊക്കെ ഒരു കുഴപ്പമില്ലാണ്ട് നിൽക്കുമെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. നോക്കാം, ഷോക്കേസിൽ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അവസ്ഥ അറിഞ്ഞുകൂടാ, അത് ഞാൻ പിന്നെ വരും വീഡിയോകളിലൊക്കെ പറയുമായിരിക്കും. അപ്പോൾ ശരി, ബൈ ഗൈസ്.